അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഈ മാർവൽ മൂവീസ്, ഈ സൂപ്പർ ഹീറോ പടങ്ങൾക്കാവുമ്പോൾ ഇങ്ങനെ ഈ പ്ലോട്ട് ലീക്സൊക്കെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ആ പടത്തിൻ്റെ തന്നെ ഏതെങ്കിലുമൊക്കെ കൊണാണ്ടർമാരായിരിക്കും ഈ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ലീക്ക് ചെയ്യുന്നത്. ഈ പടം എന്തിനെ നോക്കിയായിരിക്കും പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അടക്കമുള്ള ഒരു ലീക്ക് തന്നെ അവന്മാരങ്ങ് പുറത്തു വിടും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ആ പ്ലോട്ട് ലീക്കിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ സെയിം കാര്യങ്ങളായിരിക്കും ആ പടത്തിൽ വന്നിട്ടുണ്ടാവുക. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള അവഞ്ചേഴ്സ്, എൻഡ് ഗെയിം, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഫാന്റാസ്റ്റിക് ഫോർ, ഇതിനൊക്കെ കുറിച്ചുള്ള നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ള നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പ്ലോട്ട് ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ആ പടത്തിലും വന്നിട്ടുണ്ടാവുക. ഈ ഡൂംസ്ഡേയുടെ പ്ലോട്ടിലേക്കിലും മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ഇൻകേഷൻസ് തുടങ്ങുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും, അത് തകർക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കും തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ആ ഡൂംസ്ഡേൻ്റെ പ്ലോട്ടിലേക്കിനെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഇപ്പോൾ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പോൾ ഓൺലൈനിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ വായിച്ചപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ പ്രൊഡക്ഷൻ വർക്ക് പോലും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇതാണ് പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ വലിയ ഇൻസൈഡേഴ്സ് തന്നെ ഈ സാധനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സോ എന്തായാലും ആ സാധനം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേക്കാം അല്ലേ. ഈ പ്ലോട്ട് ലീക്ക് പ്രകാരം ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഡൂംസ്ഡേക്ക് 1 വർഷം ശേഷമാണ്. അതായത് ഡൂംസ്ഡേ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡൂമാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതിൻ്റെ എൻഡിൽ നമ്മുടെ ഡോക്ടർ ഡൂം ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ആ തകർന്നു പോയിട്ടുള്ള ആ യൂണിവേഴ്സുകളുടെയൊക്കെ ഭാഗമൊക്കെ കൂട്ടിച്ചേർത്ത് പുള്ളി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ഈ ബാറ്റിൽ വേൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആയി 1 വർഷത്തിന് ശേഷമാണ് കഥ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ ആ വേൾഡിലുള്ള ഒട്ടുമിക്ക ആർക്കും അവർക്ക് ഇതിനു മുമ്പുള്ള പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയില്ല. പക്ഷേ അതിൽ ചിലർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ബാറ്റിൽ വേൾഡിലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു മിഡീവൽ ഫ്യൂഡൽ കാലഘട്ടത്തിലുള്ള ആ ഒരു ടൈം പീരീഡാണ് കാണിക്കുക. ആ ഒരു ടൈമിലുള്ള അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട്, അതായത് അവർ ജീവിക്കുന്നതാണ് സത്യം എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ പാസ്റ്റിലുണ്ടായിരുന്ന അവരുടെ ലൈഫൊക്കെ വേറെ തന്നെ രീതിക്ക് ഈ ഒരു റിയാലിറ്റിയിൽ മാറിക്കഴിഞ്ഞു. പക്ഷേ അതിലും ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള കുറച്ച് പേരുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ 3 സ്പൈഡർമാൻസ്, പിന്നെ നമ്മുടെ നമോറ്, യങ് അവഞ്ചേഴ്സ്, വിഷൻ, ഷീഹൾക്ക്, ഡെഡ്പോൾ, നമ്മുടെ സിങ്ങിൻ്റെ ജീൻ ഗ്രേ എന്ന് പറയുന്ന, അതായത് ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ആ ക്യാരക്ടർ, പിന്നെ നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിന്, റീഡ് റിച്ചർഡ്സ്, സെൻട്രി, ഇവരൊക്കെ. അങ്ങനെ ഇവരൊക്കെ കൂടിച്ചേർന്നിട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ അതായത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം തന്നെ ഇവർ ഫോം ചെയ്യും. അങ്ങനെ ഇവർ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീം തന്നെ ഫോം ചെയ്യാൻ കാരണം തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതായത് ഈ റിയാലിറ്റിയുടെ ജസ്റ്റ് ഒരു റൂളർ മാത്രമല്ല ഡോക്ടർ ഡൂം എന്ന് പറയുന്നത്, ഈ മൊത്തം റിയാലിറ്റിയുടെ തന്നെ ഒരു എൻജിൻ ആ ഡോക്ടർ ഡൂമാണെന്ന് അവർക്ക് മനസ്സിലാവാണ്. അതായത് ഡോക്ടർ ഡൂം ഇപ്പോഴും ആക്റ്റീവ്ലി ആ റിയാലിറ്റി നമ്മുടെ ലോക്കിയുടെ സ്റ്റോളൻ പവേഴ്സ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ റിയാലിറ്റി അങ്ങനെ തന്നെ ഉള്ളത്. അതായത് ലോക്കിയുടെ പവേഴ്സ് സ്റ്റീൽ ചെയ്യും, അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അത് ഡൂംസ്ഡേയിലേക്ക് നടക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ ഇവരെല്ലാവരും ആ ബാറ്റിൽ വേൾഡിൻ്റെ ഒരുപാട് ഡൊമൈൻസിലേക്ക് സ്പ്ലിറ്റായിട്ട് പടർന്നു പോകും, പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ ഇവർ ഈ പോകുന്ന തന്നെ ഡൂം ഈ കെട്ടിപ്പടുത്തിരിക്കുന്ന പുള്ളിയുടെ ഈ സ്ട്രക്ചറിൻ്റെ ഒരു വീക്ക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഈ റിയാലിറ്റിയെ കുറിച്ചിട്ട് പഴയ പാസ്റ്റിനെ കുറിച്ച് ഓർമ്മയുള്ളവരും ഗ്ലിച്ച് ആയിക്കൊണ്ടിരിക്കുന്നവരും പിന്നെ ഈ റിയാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ അവരുടെ ടീമിലേക്ക്, ആ റെസിസ്റ്റൻസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അതേസമയം ഡോക്ടർ ഡൂം ഇപ്പോൾ നമ്മൾ കോമിക്സിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു തോർ ആർമീനെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് പുള്ളിയുടെ ഒരു കമാൻഡിങ് പവറായിട്ട്. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് പുള്ളിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ വലങ്കൈ എന്നുള്ള പോലെ. മാത്രമല്ല ഡോക്ടർ ഡൂം ഇപ്പോൾ അവിടെ സൂപ്പർ ഓവർപവർഡായിട്ടാണുള്ളത്. കാരണം ലോക്കിയുടെ പവേഴ്സ് തന്നെ പുള്ളിയുടെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഡൂമിന് വേറൊരാളും കൂടി 3rd ഇൻ കമാൻഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് 2nd ഇൻ കമാൻഡ്, 3rd ഇൻ കമാൻഡ് ആയിട്ടുള്ളത് നമ്മുടെ യെലീന ബെലോയാണ്. അത് മാത്രമല്ല നമ്മുടെ സെൻട്രീനെ പുള്ളി ലോക്ക് ചെയ്തൊരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല ഇതിന് മുമ്പ് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, അതായത് സെൻട്രി ഒറ്റ കയ്യിൽ ഒരു ഇൻകേഷനെ തന്നെ തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഡൂംസ്ഡേയിൽ. സോ അതുകൊണ്ടൊക്കെ എന്തായാലും അതിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ സീക്രട്ട് വാർസിൽ മെമ്മറീസ് ഉണ്ടാവും. സോ നമ്മുടെ സെൻട്രിക്ക് ഓർമ്മ ഉണ്ടാവും, സെൻട്രിനെ പുറത്ത് വിട്ട ആപത്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കാം. അങ്ങനെ പുള്ളിയുടെ ആ ഡഞ്ചനിൽ അടച്ചു വെക്കുന്ന ഒരാളും കൂടിയുണ്ട്, നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക. അതായത് സ്റ്റീവ് റോജേഴ്സിൻ്റെ മെമ്മറിയാണ് നമ്മുടെ ഡോക്ടർ ഡൂം തന്നെ വൈപ്പ് ചെയ്യാതെ പ്രിസേർവ് ചെയ്ത് പുള്ളി തന്നെ വെച്ചിരിക്കുന്നത്. കാരണം അവനെല്ലാം ഓർമ്മ ഉണ്ടാവണമെന്ന് നമ്മുടെ ഡോക്ടർ ഡൂമിന് ആവശ്യമുണ്ട്. കാരണം ഈ ഡോക്ടർ ഡൂമിന് സ്റ്റീവ് റോജേഴ്സിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല. കാരണം
നമ്മുടെ ഡോക്ടർ ഈ സ്റ്റീവ് റോജേഴ്സിൻ്റെ ഈ പുള്ളി പാസ്റ്റിൽ പോയി നിന്നതൊക്കെ കാരണമാണ് ആ ഇൻക്വേഷൻ നടക്കാൻ കാരണവും പിന്നെ ഡൂമിൻ്റെ ആ വേൾഡ് നശിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേറെ പ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ ഈ സ്റ്റീവ് റോജേഴ്സ് നമ്മുടെ ഡോക്ടർ ഡൂം ജയിച്ചിട്ടുള്ള ഈ വിക്ടറിയൊക്കെ അവൻ കാണണം, കണ്ട് അവൻ ചങ്ക് പൊട്ടണം എന്നൊക്കെ രീതിക്കാണ് പുള്ളി ആ മെമ്മറീസ് ഒന്നും തൊടാതെ അങ്ങനെ തന്നെ പുള്ളിനെ വെച്ചേക്കണത്. അതായത് നമ്മുടെ ഡൂം പുള്ളിക്കായിട്ടുള്ള ഒരു ഫാമിലി എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനാണെങ്കിൽ പുള്ളിയുടെ ഫാമിലി എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു വീണ്ടും. അതായത് കൊല്ലാതെ ഒരാളെ കൊല്ല ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അതേസമയം നമ്മുടെ റെസിസ്റ്റൻസ് ടീം ഡയറക്റ്റായിട്ട് ഡൂമിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം പുള്ളിയുടെ തന്നെ ആ ആർമി ആയിട്ടുള്ള ആ സംഭവങ്ങളെ പുള്ളിക്കെതിരെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഷീഹൾക്ക് ഈ ഹൾക്കുകളെയൊക്കെ ഗ്യാദർ ചെയ്യുകയാണ്. അതേസമയം ഡെഡ് പൂള് നമ്മുടെ എന്തൊക്കെയോ ചെയ്തിട്ട് തോറിൻ്റെ മെമ്മറി, അതായത് നമ്മുടെ ഒറിജിനൽ തോറിൻ്റെ മെമ്മറീസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം യങ് ആയിട്ടുള്ള അവഞ്ചേഴ്സ്, അതായത് യങ് അവഞ്ചേഴ്സ് അവിടെയുള്ള മ്യൂട്ടൻ പോപ്പുലേഷനെ ഒത്തുചേർക്കുകയാണ്. അതേസമയം നമ്മുടെ റീഡ് റിച്ചേർഡ്സ് പുള്ളിയുടെ ഫ്യൂച്ചർ ഫൗണ്ടേഷനിലെ ബാക്കി മെമ്പേഴ്സുമായിട്ട് റീഫോം ആവാണ്. അതേസമയം നമ്മുടെ ഡൂം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ടോബി മെഗ്യൂർ സ്പൈഡർമാൻ, ഹ്യൂ ജാക്മാൻ്റെ നമ്മുടെ വൂൾവറിനും സ്റ്റീവ് റോജേഴ്സും അവിടുന്ന് രക്ഷപ്പെടുകയാണ് യെലേന ബെല്ലയുടെ ഹെൽപ്പോട് കൂടിയിട്ട്. അതായത് പുള്ളിക്കാരത്തേക്കെല്ലാം ഓർമ്മ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നിട്ട് അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇവർ രക്ഷപ്പെട്ടിട്ട് ഇവരൊരു മിഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലും ലോക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം നശിക്കപ്പെട്ടു, യൂണിവേഴ്സുകളൊക്കെ തകരപ്പെട്ടതെങ്കിലും നമ്മുടെ ഡൂം ഒട്ടുമിക്ക എല്ലാം തന്നെ റീസ്റ്റോറായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കി വീണ്ടും ജനിച്ചിട്ടുണ്ട്, വീണ്ടും ആ റിയാലിറ്റിയിലുണ്ട്. അങ്ങനെ ലോക്കി മാത്രമാണ് ഇപ്പോൾ ഡൂമിൻ്റെ കയ്യിൽ നിന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ആ പവേഴ്സ് തിരിച്ച് ലോക്കിയുടെ കയ്യിലേക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരേ ഒരാൾ ലോക്കി മാത്രമാണ്. അങ്ങനെ അവർ നമ്മുടെ ലോക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങാണ്. അങ്ങനെ അവർ ലോക്കിനെ കണ്ടും പിടിക്കുകയാണ്. ഈ ബാറ്റിൽ വേൾഡിൽ തന്നെ ദ അസ്ഗാർഡിയൻ ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, അതായത് ആ ബാറ്റിൽ വേൾഡിൽ ആ അസ്ഗാർഡിയൻ ഡൊമെയിന് ഒരു കസീനോ പോലെയായി മാറിക്കഴിഞ്ഞു. അതായത് ഒരു കറപ്റ്റഡ് വെർഷൻ ഓഫ് ആസ്ഗാർഡ് പോലെ. അങ്ങനെ അവിടുന്നാണ് അവർ നമ്മുടെ സിൽവി, മോർബിയസ്, ഓബി, നമ്മുടെ ഓറോബോറസ്, പിന്നെ ബാക്കിയുള്ള TV മെമ്പേഴ്സിനെയൊക്കെ കാണുന്നത്, അതായത് B-15 പോലെയൊക്കെ ഉള്ളവരെ. അങ്ങനെ ലോക്കി ആയിരിക്കും അവിടുത്തെ ഒരു മാനേജർ പോലത്തെ ഒരു സംഭവം. അങ്ങനെ നമ്മുടെ ലോക്കി അഫ്കോഴ്സ് ഇങ്ങനെ കുറേ പൊട്ടന്മാർ ഇതുവരെ ഉള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളൊക്കെ സത്യമല്ല കള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ല, അവരൊക്കെ പിടിച്ച് പുറത്തിടുകയാണ് ലോക്കി തന്നെ. അങ്ങനെ അവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആ ഒരു ടൈമിലാണ് അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കാണുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ടോണി സ്റ്റാർക്കിനെ. അതായത് ആ ഒരു റിയാലിറ്റിയിൽ നമ്മുടെ ടോണി സ്റ്റാർക്കും വീണ്ടും ജനിച്ചിരിക്കുകയാണ്. പുള്ളിയാണെങ്കിൽ കുടിച്ച് കിളി പറന്ന് കസീനോയിൽ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അടുത്തും പറയാണ്. അങ്ങനെ ആദ്യമൊന്നും പുള്ളി വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെ അവരെന്തൊക്കെയോ കൺവിൻസ് ചെയ്താണ് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ സമ്മതിപ്പിക്കുകയാണ്. ലോക്കിനെ അവർ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ എന്താ എല്ലാം സെറ്റായി, ഇനി എന്താ ഫൈനൽ ബാറ്റിൽ തന്നെ. അങ്ങനെ ആ മൊത്തം ബാറ്റിൽ വേൾഡിലുള്ള ഡൂമിനെ എതിർക്കുന്ന എല്ലാവരും ഒരു ആർമിയായിട്ട് ആ ഡൂം കാസിലിന് നേരെ ഫോമായി വരികയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒറിജിനൽ തോറും ഹൾക്കും ചേർന്നിട്ട് ഡൂം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള തോറിൻ്റെ ഒരു ആർമി ഉണ്ടല്ലോ പല റിയാലിറ്റീസിലുള്ള, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ സാമ്പിൾസിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ഈ ഡോക്ടർ ഡൂം ഈ വിച്ചസിൻ്റെ, അതായത് നമ്മുടെ വാണ്ടേനെ പോലുള്ള കുറച്ച് വിച്ചസിൻ്റെ ഒരു ആർമീനും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്കെതിരെ നമ്മുടെ സാമ്പിൾസിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവാണ്. അതേസമയം നമ്മുടെ റീഡ് റിച്ചേർഡ്സ്, യെലേന ബെല്ല, സ്റ്റീവ് റോജേഴ്സ്, ഹൾക്ക്, ഷീഹൾക്ക്, ടോം ഹോളണ്ട് സ്പൈഡർമാൻ, ലോക്കി, സെൻട്രി, അയൺമാൻ, വൂൾവറിന് എല്ലാവരും ചേർന്നിട്ട് ഡയറക്റ്റായിട്ട് ഡൂമായിട്ട് തന്നെ ഫൈറ്റിന് പോവാണ്. പക്ഷെ അവർക്ക് ആർക്കും ഡൂമിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡൂം ഓൾമോസ്റ്റ് ബ്രൂട്ടലി അവരെ കൊല്ലുന്ന ലെവലിലേക്ക് അവരെ ഏതാണ്ട് ഡിഫീറ്റ് ചെയ്യും. അവർ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു, അവരേതാണ്ട് ചാവാറായി കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ റീഡ് റിച്ചർഡ്സും സൂസൻ സ്റ്റോമും നമ്മുടെ ഡൂമിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഈ ബാറ്റിൽ വേൾഡ് ഒന്നല്ല, അതായത് പുള്ളിയുടെ ഫാമിലി ഓൾറെഡി നശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഡൂം ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷേ നീ ഇപ്പോൾ ഈ ചെയ്യുന്ന ഒന്നല്ല അതിനുള്ള പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഡൂമിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പുള്ളി അത് മനസ്സിലാക്കി നന്നാവുന്ന പോലെ കാണിച്ചിട്ട് അവർക്കെതിരെ തന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഡൂം. അങ്ങനെ ഡൂമിൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് നമ്മുടെ റീഡ് റിച്ചേർഡ്സിനും സൂസൻ സ്റ്റോമിനെയും നമ്മുടെ സ്പൈഡർമാനും വൂൾവറിനും ടോണി സ്റ്റാർക്കും ചേർന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ ലോക്കിക്ക് പുള്ളിയുടെ പവേഴ്സ് തിരിച്ചടക്കാൻ വേണ്ട അത്രത്തോളം സമയം എങ്ങനെയൊക്കെ ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഡൂമിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ലോക്കി പുള്ളിയുടെ ആ പവേഴ്സും തിരിച്ചെടുത്തിട്ട് മൊത്തം മൾട്ടിവേഴ്സ് തന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്യാണ്. അങ്ങനെ എല്ലാം വീണ്ടും പഴയതുപോലെ നോർമലായിട്ട് തന്നെ മാറാണ്. ലോക്കി വീണ്ടും പുള്ളിയുടെ ആ ത്രോണിലേക്ക്, ആ മൾട്ടിവേഴ്സ് പിടിച്ചിട്ടുള്ള ആ ത്രോണിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. പക്ഷേ ഇത്തവണ പോകുന്നതിന് മുമ്പ് പുള്ളിയുടെ ഫ്രണ്ട്സും തോറും ബ്രദറിനും എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞിട്ടാണ് പോകുന്നത്.
മാത്രമല്ല അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും അവരവരുടെ ഒറിജിനൽ യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു അയക്കുകയും ചെയ്യുകയാണ്. ഈ പ്ലോട്ടിലേക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡെഡ്പൂളും വൂൾവറിനും എക്സ്മാനും ഫാന്റാസ്റ്റിക് ഫോറും ഒക്കെ അവരവർ ഏത് യൂണിവേഴ്സിൽ നിന്നാണോ വന്നിട്ടുള്ളത് അവരവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതായത് അവരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ MCUയിലേക്കുള്ള ആ കണ്ടിന്യൂറ്റിയിലേക്കല്ല വരുന്നത്. അവരൊക്കെ എവിടെ നിന്നാണോ വന്നിട്ടുള്ളത് ആ സെയിം യൂണിവേഴ്സിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്. സോ ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം മ്യൂട്ടൻസിനെ വെച്ചിട്ടാണ് അടുത്ത സാഗ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർവലിൻ്റെ പ്ലാൻ എന്നൊക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ. പക്ഷേ ഈ പ്ലോട്ടിലേക്ക് പ്രകാരം ആണെങ്കിൽ അവരൊക്കെ അവരവരുടെ യൂണിവേഴ്സിലൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മ്യൂട്ടൻസ് ആകെ വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന പോലെ കാണിക്കേണ്ടി വരും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ബാക്കി കഥയിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ TVA സ്റ്റീവ് റോജേഴ്സിനെയും പെഗീനെയും അവരുടെ മകനെയും ഒരു യൂണിവേഴ്സിൽ കൊണ്ടിടുകയാണ്. അതായത് ഓൾറെഡി ആ ഒരു യൂണിവേഴ്സിൽ പെഗി കാർട്ടറും സ്റ്റീവ് റോജേഴ്സും ഉണ്ടായിട്ടുണ്ടാവും, അവർ മരിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് ആക്കുകയാണ്. സോ അത് കാരണം അവിടെ ഒരു ഇൻക്വേഷനുള്ള സാധ്യത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിൽ അവരാക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു വയസ്സായ വെർഷൻ ഓഫ് സ്റ്റീവ് റോജേഴ്സ് TVയെ വിസിറ്റ് ചെയ്യാണ്. അങ്ങനെ അവർ ആ വയസ്സായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സ് പറഞ്ഞത് പ്രകാരം TVയിലുള്ള ആ മെമ്പേഴ്സ് നമ്മുടെ എർത്ത് 616ലേക്ക് ആ വയസ്സായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സിനെ കൊണ്ടുവരികയാണ്. അതായത് ആ എൻഡ് ഗെയിമിൽ ആ ഷീൽഡ് കൊടുക്കുന്ന ആ സീനിലേക്ക്. അതായത് പുള്ളിക്ക് ആ ഷീൽഡ് നമ്മുടെ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്കനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സാമിനും ബക്കിക്കും ഒരു ബായ് പറഞ്ഞിട്ട് വീണ്ടും പുള്ളി TVയുടെ കൂടെ തന്നെ പുള്ളി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെഗിയും പുള്ളിയുടെ മകനൊക്കെ ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ പടം അവസാനിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല അസല് തള്ളു പോലെ തോന്നുന്നുണ്ടാവും. കാരണം എനിക്കത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതുവരെ വന്നിട്ടുള്ള പടങ്ങളുടെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ആ പ്ലോട്ടിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുവിധം വിശ്വസിക്കാൻ പാകത്തിലുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ലാസ്റ്റിലേക്കൊക്കെ എത്തിയപ്പോൾ മൊത്തം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട്. മാത്രമല്ല ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സൊക്കെയാണ് ഈ സാധനം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതെങ്ങാനും സത്യമാവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് കേട്ട് വിട്ടേക്കാം. ഇനി എങ്ങാനും സത്യമാവാണെങ്കിലോ നമുക്ക് അന്നേ ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വീഡിയോ ഇടാലോ. സോ ഈ ഒരു പ്ലോട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തിയറി, ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ഇത് വല്ലതും നടക്കും തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.